അതായത് നിങ്ങൾ വീഡിയോ തമ്മിൽ കണ്ടത് കറക്റ്റ് ആണ്. 1,00,000 രൂപ 1,00,00,000 രൂപയാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ എഴുതി ചോദിച്ചത്. ഞാൻ പറഞ്ഞു 1,00,000 രൂപ 1,00,00,000 രൂപയാക്കി മാറ്റാൻ എന്തായാലും സാധിക്കില്ല എളുപ്പത്തില്. പക്ഷേ നിങ്ങൾ 1,00,000 രൂപ 5 വർഷം കൊണ്ട് 1,00,00,000 രൂപയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഓരോ മാസവും 1,00,000 രൂപ വെച്ച് നിങ്ങൾ ഒരു SIP രീതിയിൽ നിക്ഷേപിക്കുകയും അത് 19% ആനുവൽ റിട്ടേൺ വെച്ച് വർദ്ധിക്കുകയും ചെയ്താൽ 1,00,00,000 രൂപ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഒരു ഉത്തരം മാത്രമല്ല കേട്ടോ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വന്ന ചോദ്യമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറച്ചുകൂടെ മാറ്റി ചിന്തിക്കണം എന്നത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടായി. അതെന്താന്ന് വെച്ചാൽ ഓരോ മാസവും 1,00,000 രൂപ 5 വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എത്രയായി? 60 ലക്ഷം രൂപയായി. അതിൽ 40 ലക്ഷം രൂപ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 19% ആനുവലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവണം. ഇതൊരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു ഫോർമുല, മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് ഉണ്ടാക്കുന്നതാണ്. നമ്മളുടെ ജീവിതമോ അല്ലെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളോ ഒരിക്കലും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് മുന്നോട്ട് പോവില്ല എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ചിലർ ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നവരുണ്ടാവും, പക്ഷെ അത് സത്യമല്ല. ഒരു കാരണവശാലും മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് പോകുന്നതല്ല ഫിനാൻഷ്യൽ കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ എല്ലാ വർഷവും 19% തരണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. സാധാരണ രീതിയിലുള്ള ബാങ്ക് നിക്ഷേപങ്ങളൊന്നും 19% കിട്ടൂല. അപ്പോ എപ്പോഴും നമ്മൾ ഇങ്ങനൊരു അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ തന്നെ നിക്ഷേപിക്കണം. പക്ഷെ ചിലപ്പോഴത് ഒരു 50% ലാഭം കിട്ടും, ചിലപ്പോഴത് 10% നഷ്ടമായിരിക്കും, ചിലപ്പോൾ ഒരു ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത വർഷങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താന്ന് വെച്ചാൽ 5 വർഷം കൊണ്ട് ഈ 1,00,000 രൂപയുടെ നിക്ഷേപത്തെ 1,00,00,000 രൂപയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഒന്നുകിൽ നിങ്ങൾ ആ സമയം കൂട്ടണം. എന്തുകൊണ്ടാണ് സമയം കൂട്ടണം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ചോദിച്ച ആളുടെ വയസ്സ് 29 മാത്രമാണ്. അദ്ദേഹത്തിന് അത്രയും ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഗോളാണെന്നുണ്ടെങ്കിൽ ഈ 5 വർഷം കൊണ്ട് ഇത്രയും ഒരു ഹൈ റിസ്ക് എടുത്ത് പോകുന്നതിന് പകരമായിട്ട് കുറച്ചുകൂടെ സമയം ഒരു 10 വർഷത്തെ ഒരു സാവകാശമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. നമ്മളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾക്ക് യോജിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിക്ക് അനുസരിച്ച് വേണം ചെയ്യാനെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അത് മാത്രമല്ല, നമ്മൾ എന്തുമാത്രം ഏജ്ഡ് ആണ്, നമ്മൾക്ക് ഇനി എത്ര കാലം അത് സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇനി എത്ര കാലമുണ്ട്, ആ ഇൻകം തന്നെ എന്തുമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളതെല്ലാം തന്നെ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ഫോർമുലയും അതേപോലെ അപ്ലിക്കബിൾ ആവണമെന്നില്ല. പക്ഷെ ചിലർക്ക് 5 വർഷം കൊണ്ട് ഇത് ശ്രമിച്ചു നോക്കാവുന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് സാധിച്ചേക്കാം. പക്ഷെ അത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ടാർഗറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. എങ്കിലും എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള പോർട്ട്ഫോളിയോ ആണ് വേണ്ടി വരിക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഈ 1,00,000 രൂപയെ അദ്ദേഹം സ്പ്ലിറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തത് എന്താന്ന് വെച്ചാൽ, ഒരു 40,000 രൂപ ഡയറക്റ്റ് ആയിട്ട് ഒരു മൊമെന്റം ഉള്ള സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എന്നാൽ പ്രൈസ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല ലാഭം തരുന്ന കടം കുറഞ്ഞിട്ടുള്ള നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള നല്ല കമ്പനികളിൽ ഒരു 40,000 രൂപ 5-6 കമ്പനികളിലായിട്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. ബാക്കി 60,000 രൂപ അതില് 20,000 രൂപ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ, ലാർജ് സ്മോൾ മിഡ് കമ്പനികളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാനായിട്ട് പറഞ്ഞു. അപ്പോ 40 നല്ല ക്വാളിറ്റിയുള്ള മൊമെന്റം ഉള്ള സ്റ്റോക്കുകളിലും 20 ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു. ബാക്കി 40 എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 15,000 രൂപ ഇൻഡെക്സ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ ഒരു റിട്ടേണിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തു. ബാക്കി 25,000 രൂപ ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. ആ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരെ നല്ല രീതിയിൽ വളരുകയാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ എപ്പോഴും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്താൽ നന്നാവും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി സജഷൻ മാത്രമായിരുന്നു. അപ്പോ
അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം.